ഇത്രയും കാലമായിട്ട് ഏട്ടന്റെ മുഖത്ത് ഇങ്ങനെ റിയാക്ഷൻ ഞാൻ കണ്ടിട്ടില്ല. ഇതേതോ പ്രണയക്കുരുക്കി ചെന്ന് ചാടി തന്നെയാ, എനിക്ക് ഉറപ്പാ. ആരു കുരുക്കിൽ ചാടിയ കഥയെ ഈ പറയുന്നത്? ഇത് അങ്ങനെയുള്ള കുരുക്കല്ല മുത്തശ്ശി. ഇത് നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ. ഓ, അത് പറയുമ്പോൾ നാണം കണ്ടില്ലേ? എടാ, കാര്യം തെളിച്ചു പറയടാ പിള്ളേരെ, ഞാനും കൂടി ഒന്ന് അറിയട്ടെ. ഒന്നുമില്ല മുത്തശ്ശി. അല്ല, എന്തോ ഉണ്ട് മുത്തശ്ശി. ഏതോ ഒരു പെൺകുട്ടി ഏട്ടന്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? കൊച്ചുമോനെ ആരോടോ പ്രേമുണ്ടെന്ന്. അത്രേ ഉള്ളോ? അവൻ പ്രേമിക്കട്ടെ, പ്രേമിക്കാനുള്ള പ്രായം തന്നെ അവന്റേത്. നീ പ്രേമിച്ചോടാ. അല്ല, അത് തന്നെ ഞാനും പറയുന്നേ. അതിന് മൂപ്പര് സമ്മതിച്ചിട്ടുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങോട്ട് മറക്കി. ഏട്ടാ, വീഴുന്നത് തെറ്റല്ല, പക്ഷെ അവിടെ കിടന്ന് ഉരുളരുത്. എന്തായാലും ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഏട്ടന്റെ മനസ്സിലുള്ളത് ആരായാലും ഇനി എന്തൊക്കെ എതിർപ്പ് സംഭവിച്ചാലും ശരി, ഈ മഹേഷ് ജയരാമൻ ഏട്ടന്റെ കൂടെ തന്നെ കാണും. വിവാഹം നടത്തി തരുകയും ചെയ്യും. ഇത് സത്യം സത്യം സത്യം. ഞാൻ പോയേക്കാം. പിന്നെ ഈ ഫുഡൊക്കെ കഴിപ്പിച്ച് ഉറക്കിക്കെടുത്തിട്ട് ഒന്ന് താഴേക്ക് വന്നേക്കണേ. അമ്മ തിരക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേക്കാം ഏട്ടൻ അല്പം തിരക്കിലാണെന്ന്. അവൻ പറഞ്ഞതൊക്കെ ഉള്ളതാണോടാ മോനെ? അങ്ങനൊന്നും ഇല്ല മുത്തശ്ശി. ഇനി അഥവാ ഉണ്ടെങ്കിലും സാരമില്ല. എനിക്കൊരു കണ്ടീഷനേ ഉള്ളൂ. നിനക്ക് ചേരുന്ന രാജകുമാരിയെ പോലെ ഒരു പെണ്ണിനെ ആയിരിക്കണം നീ കൊണ്ടുവരേണ്ടത്. ഇന്ന് പൗർണമിയാ. ഒന്ന് അമ്പലത്തിൽ പോണോന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഓയ്, നിങ്ങളുടെ ജോലി കഴിഞ്ഞില്ലേ ഇതുവരെ? ഇപ്പൊ കഴിയും. എന്തേലും വേണമായിരുന്നോ? കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു. കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ശരി. തനിക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ഞങ്ങൾ പുറത്തുകൊണ്ടുവന്ന് തരൂലേ? താനെന്തിനാ ഇങ്ങോട്ട് വന്നേ? അതും വീടിനകത്തൂടെ. അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് കരുതി. ഞങ്ങളുടെ ബുദ്ധിമുട്ട് താൻ ആലോചിക്കണ്ട. താനേ കാർ ഓടിച്ചാ മതി. അടുക്കള ഭരണം ഏറ്റെടുക്കണ്ട. ദേ ചന്ദ്രാമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു ഡ്രൈവർക്കും ഈ വീട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കരുത്. ദേ ചന്ദ്രാമേ, ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം കൊടുത്ത് അവസാനം കൈ കിട്ടുന്നതൊക്കെ എടുത്തോണ്ട് ഇവന്മാരെ പോലുള്ളവര് മുങ്ങിയാലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നെന്തായാലും പറ്റിപ്പോയില്ലേ, ഇനി ആവർത്തിക്കാതെ നോക്കിക്കോളാം. ഓ ആയിക്കോട്ടെ. മാഡം ഈസ് കോളിംഗ് ചന്ദ്രലേഖ. മാഡം ഈസ് കോളിംഗ് ചന്ദ്രലേഖ. മാഡം ചന്ദ്രലേഖയെ വിളിക്കുന്നു. മാഡം ചന്ദ്രലേഖയെ വിളിക്കുന്നു. രമ മാഡം എന്തിനാണോ ഇപ്പൊ കാണണമെന്ന് പറഞ്ഞേ? അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ, പൗർണമി ദിവസം ദേവിയുടെ അനുഗ്രഹത്താൽ മണിമാലയിൽ നിന്നും ഒരു പച്ച വെളിച്ചം വരുമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അത് മോളിതുവരെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. മോളെ, മോള് കണ്ണടച്ച് മന്ത്രം ചൊല്ല്, എന്നിട്ട് ആ പെട്ടി തുറക്ക്, അപ്പൊ കാണാം.
विष्णुविलासिनि जिष्णुनुते भगवति हेशिति कण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते മുപ്പതാം വിവാഹ വാർഷിക ആയതുകൊണ്ട് നല്ലതുപോലെ ആഘോഷിക്കാനാണ് എന്റെ തീരുമാനം. അതിന്റെ മേൽനോട്ടം മുഴുവൻ വഹിക്കേണ്ടത് ചന്ദ്രലേഖയാണ്. എന്താ ചന്ദ്രലേഖ ഇഷ്ടപ്പെട്ടില്ലേ? ചന്ദ്രലേഖ ഇതെല്ലാം ചന്ദ്രലേഖ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഇപ്പൊ രണ്ടുപേരും കൂടെ സഹായത്തിനുണ്ടല്ലോ. ഇനി ഒരു സഹായത്തിനായിട്ട് എത്ര ആൾക്കാരെ വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. എന്താ മനസ്സിലായോ? മനസ്സിലായി. ചന്ദ്രലേഖയുടെ പരിചയക്കാരല്ലേ ആ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്? അതെ. ആ അപ്പോ ചന്ദ്രലേഖയോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വിവാഹ വാർഷികം ഒരു കുറവും ഇല്ലാതെ നടക്കണം. ശരി മാഡം. എന്നാ ചന്ദ്രലേക്ക് പോ. ഹലോ ചേച്ചി, ഞാൻ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. നാളെയാ അച്ഛന് ബലിയിടുന്ന ദിവസം. ബലിയിട്ടതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം. നീ വാ. നിന്നോട് എനിക്ക് നേരിട്ട് ചിലത് പറയാനുണ്ട്. ശരി ചേച്ചി. सुरवरवर्षिणि दुर्धरदर्शिणि दुर्मुखमर्षिणि हर्षरते त्रिभुवनपोषिणि शङ्करदोषिणि किल्बिषमोषिणि घोषरते तनुजनि दोषिणि दिदिसुतरोषिणि दुर्मदशोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते अयि जगदम्ब मदम्ब गदम्ब वनप्रियवासिनि हासरते शिखरि शिरोमणि तुङ्ग हिमालय शृङ्गनिकालय मध्यगते ऐगिरि नन्दिनि नन्दितमेदिनि विश्वविनोदिनि नन्दनुते गिरिवरविन्द्यशिरोधिनि वासिनि विष्णु ആ ഏട്ടാ, ആ. അമ്മയെ ചെന്ന് കാണാൻ പറഞ്ഞിട്ട് കണ്ടായിരുന്നോ? കണ്ടല്ലോ. അമ്മയുടെ അച്ഛന്റെയും 13th വെഡിങ് ആനിവേഴ്സറി വരുമല്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. അത് നല്ലപോലെ ആഘോഷിക്കണമെന്നാ അമ്മ പറയുന്നേ. അമ്മയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ ഏട്ടാ. ആ ഏട്ടാ, പിന്നെ ഈ ഫുഡിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്കറിയാവുന്ന നല്ലൊരു പാചകം ചെയ്യുന്ന ചേട്ടനുണ്ട്. പുള്ളിയെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാം. ഏയ് അതൊന്നും വേണ്ട. ഇവിടെ സദ്യ കൊടുക്കാനൊന്നും അല്ല തീരുമാനം. ഏതെങ്കിലും ഒരു നല്ല ഇവന്റ് മാനേജ്മെന്റിന് കൊടുക്കാം. അവരാ നല്ലത്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഏതായാലും അമ്മയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. ആ പിന്നെ നീ ഫ്രീ ആവുമ്പോഴേ അത്യാവശ്യം വിളിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ആ ലിസ്റ്റില് നിന്റെ കൃഷിക്കാരും ബാഡ് ഇമേജസ് ഉള്ള ഫ്രണ്ട്സ് ഒന്നും വേണ്ട. അവസാനം എന്നെ കൊണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ആ അമ്മയ്ക്കും അച്ഛനും വേണ്ട ഓർണമെന്റ്സിന്റെയും ഡ്രസ്സിന്റെയും കാര്യം വിളിച്ചു പറയാൻ വേണം.
ഡ്രസ്സും ഓർണമെന്റ്സും അമ്മയ്ക്കും അച്ഛനും മാത്രം പോരല്ലോ. മുത്തശ്ശിക്കും ചന്ദ്രാമ്മയ്ക്കും അമ്മ കൊടുക്കുമ്പോഴത്തെ ഒരു സ്പെഷ്യൽ സാരി വാങ്ങിച്ചു കൊടുക്കണ്ടേ? എന്തിന്? ഏട്ടാ, നമ്മുടെ ബന്ധുക്കളൊക്കെ വരുന്നതല്ലേ, അവർക്കും ആഗ്രഹം കാണില്ലേ? മുത്തശ്ശിയുടെ കാര്യം ഓക്കെ, അവരുടെ കാര്യം നീ നോക്കണ്ട. നിന്നോടേ പല ആവർത്തി പറഞ്ഞ മടുത്തൊരു കാര്യം ഞാൻ വീണ്ടും പറയാം. നാട്ടുകാരോടുള്ള നിന്റെ സിമ്പതി അങ്ങ് നിർത്തിയേക്കണം. സ്പെഷ്യൽ സാരിയോട് തണിഞ്ഞൊരുങ്ങി നിൽക്കാൻ അവരീ കുടുംബത്തിലുള്ളതൊന്നും അല്ലല്ലോ. ഏതോ അകന്ന ബന്ധത്തിലുള്ളതും അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അവരോടെ ഇപ്പോ ഈ വീട്ടിലുള്ളവർ കാണിക്കുന്ന കരുണ തന്നെ ധാരാളമാണ്. നിന്റെ ഭാഗത്തുനിന്നേ കൂടുതലായിട്ടൊന്നും വേണ്ട. അച്ഛനെ കൊണ്ടല്ലേ അച്ഛാ. ഇതെന്റെ ശത്രുവിനുള്ള അഡ്വാൻസാ. ഹലോ. ആ, താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻ സർ. താങ്ക് യു. കൺഗ്രാറ്റ്സ്. Thank you all. I would like to have your full support with me. Thank you. Congratulations, sir. One, 2, 3. ഹലോ സർ. Thanks, Aishwarya. Thank you so much for this wonderful gift. It means a lot to me. യു ഓൾവേസ് വെൽക്കം സർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ ഡീല് നമ്മുടെ കമ്പനിക്ക് തന്നെ കിട്ടുമെന്ന് ഞാനൊരിക്കലും കരുതിയിരുന്നില്ല. ഈ ഡീല് കിട്ടുമെന്ന് താൻ എങ്ങനെ നേരത്തെ മനസ്സിലാക്കി? കുറച്ചു നേരത്തെ മനസ്സിലാക്കിയാലല്ലേ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തരാൻ പറ്റൂ. സർ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. സാറിന്റെ കഴിവിൽ എനിക്ക് സാറിനേക്കാളും വിശ്വാസമാണ്. ഈ ആനയുടെ വലുപ്പം
ആനയ്ക്ക് അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് സാറിന്റെ കാര്യം. ഇതൊന്നുമല്ല, ഇതിലും വലിയ കാര്യങ്ങൾ സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സാറും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം. വിവാഹ വാർഷികത്തിന്റെ എല്ലാ കാര്യങ്ങളും മാഡം എന്നെ ഏൽപ്പിച്ചപ്പോ തൊട്ട് ടെൻഷനായി എനിക്ക്. എന്തെങ്കിലും കുറവുണ്ടായാ എന്റെ കാര്യം പോക്ക. അതിപ്പോ എല്ലാം കൃത്യമായിട്ട് ചെയ്താലും എന്തെങ്കിലും കുറ്റം അവര് കണ്ടുപിടിക്കും. എന്തായാലും മാഡം പറഞ്ഞതെല്ലാം ചെയ്തല്ലേ പറ്റൂ. അല്ല, ചന്ദ്രാമ്മയുടെ വിവാഹം കഴിഞ്ഞതല്ലേ? മക്കളൊക്കെയോ? A special guest is coming to meet madam. മാഡത്തിനെ കാണുവാൻ ഒരു വിശിഷ്ട വ്യക്തി വരുന്നുണ്ട്. സ്പെഷ്യൽ ഗസ്റ്റോ? അതാരാണാവോ? ചിന്നു, നീ അതവിടെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് കഴുകി വെക്ക്. ഗസ്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കാം. സ്പെഷ്യൽ ഗസ്റ്റ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? വേറെന്തുണ്ടാക്കാനാ? ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കട്ടെ. സ്പെഷ്യൽ ഐറ്റോ? നിനക്കതൊക്കെ അറിയോ? പിന്നെ അറിയോന്നോ? അതിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ ഞാൻ. എന്നാ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാം, നീ അത് ഉണ്ടാക്കിക്കോ. എന്താണ് അടുക്കളയില് സ്പെഷ്യൽ എന്നോ ചിക്കൻ എന്നോ ഒക്കെ ഒരു സംസാരം? അല്ല, അടുക്കളയിലെ ലോക മഹായുദ്ധത്തെ പറ്റി സംസാരിക്കാം. അല്ലെങ്കിൽ ഞാനും ചന്ദ്രാമയും പാനിപ്പട്ട് യുദ്ധത്തെ കുറിച്ച് സംസാരിക്കാം. ഡ്രൈവർ പയ്യനോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞല്ലേ? അത് പിന്നെ അല്ല, എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നറിയാൻ വേണ്ടി വന്നാ ഞാൻ. ഒരു ഹെൽപ്പും വേണ്ട, ശല്യം ചെയ്യാതിരുന്നാ മതി. ചന്ദ്രാമേ, The guest will arrive now. The guest will arrive now. ഗസ്റ്റ് ഉടനെ എത്തും. ആ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ.